ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ സുസ്ഥിര നിക്ഷേപ പ്രോത്സാഹനം രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചയെ മെച്ചപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സോംനാഥ് ക്ഷേത്രത്തിൽ ആക്രമണം നടന്ന് 1000 വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ ആരംഭിച്ച സോംനാഥ് സ്വാഭിമാൻ പർവ് പരിപാടിക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ഭാവി സുരക്ഷിതത്വവും സമൃദ്ധവുമാക്കാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കാനുള്ള വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കം. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. വിടവാങ്ങിയത് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച വ്യക്തിത്വം. കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പ് അനുവദിച്ച് ഇന്ത്യൻ റെയിൽവേ. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഉപരോധ ബില്ലിന് അംഗീകാരം നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 7.4% വളർച്ച കൈവരിക്കുമെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 6.5% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരുന്നത്. സേവന മേഖലയിലുണ്ടായ വളർച്ചയാണ് പ്രധാന ഘടകമായി വർദ്ധിച്ചതെന്നാണ് സ്ഥിതിവിവരക്കണക്ക് നിർവഹണ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സുസ്ഥിരമായ നിക്ഷേപ പ്രോത്സാഹനവും ആവശ്യകതയെ അടിസ്ഥാനമാക്കിയുള്ള നയങ്ങളുമാണ് വളർച്ചാ പ്രതീക്ഷയെ നയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. സോംനാഥ് ക്ഷേത്രത്തിൽ ആക്രമണം നടന്നിട്ട് 2026 1000 വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ ആരംഭിച്ച സോംനാഥ് സ്വാഭിമാൻ പർവ് പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഞായറാഴ്ച ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സ്വാഭിമാൻ പർവിൽ പങ്കെടുക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആത്മീയ, സാംസ്കാരിക, സാമൂഹിക പ്രവർത്തനങ്ങൾ പർവിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. സോംനാഥിനെ കുറിച്ചുള്ള സ്മരണകൾ സോംനാഥ് സ്വാഭിമാൻ പർവ് എന്ന ഹാഷ്ടാഗിൽ പങ്കുവയ്ക്കാൻ ശ്രീ മോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഇന്ത്യയുടെ ഭാവി സുരക്ഷിതവും സമൃദ്ധവുമാകാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഒരു സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 4 ദിവസത്തെ പരിപാടിയിൽ രാജ്യത്തുടനീളമുള്ള യുവജന പ്രതിനിധികൾ വികസിത ഭാരതത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ അവതരിപ്പിക്കും. രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത 1 ലക്ഷം യുവാക്കളെ പൊതുസമൂഹത്തിന്റെ മുൻനിരയിൽ എത്തിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ വർഷം വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് ആരംഭിച്ചതെന്നും ശ്രീ മാണ്ഡവ്യ പറഞ്ഞു. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ പൂനെയിൽ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് പൂനെയിലെ വൈകുണ്ഠ ശ്മശാനത്തിൽ നടക്കും. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഭൂമിയെ സംരക്ഷിക്കുക എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, ഒരു ഉത്തരവാദിത്തമാണെന്നും മനുഷ്യരും പ്രകൃതിയും ഐക്യത്തോടെ ജീവിക്കണമെന്നുമുള്ള പാഠം രാജ്യത്തിന് പകർന്നു നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും മാധവ് ഗാഡ്ഗിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ പരിസ്ഥിതി നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. 2011 പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. പശ്ചിമഘട്ട വിസ്തൃതിയുടെ 3/4 ഭാഗവും പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കണമെന്ന റിപ്പോർട്ട് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിതെളിച്ചു. 2018 പ്രളയമുണ്ടായപ്പോഴും 2024 വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോഴും ഗാഡ്ഗിലിന്റെ വാക്കുകളുടെ പ്രസക്തി വീണ്ടും ചർച്ചയായി. 1942 പുനെയിൽ ജനിച്ച അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് PhD നേടി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസിൽ 30 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് UN നൽകുന്ന പരമോന്നത ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം 2024 ഗാഡ്ഗിലിനെ തേടിയെത്തി. പത്മശ്രീ, പത്മഭൂഷൺ ബഹുമതികൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മാധവ് ഗാഡ്ഗിലിന്റെ നിര്യാണത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി AK ശശീന്ദ്രൻ, വയനാട് MP പ്രിയങ്ക ഗാന്ധി, അഹമ്മദ് ദേവർകോവിൽ MLA ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. ആഗോള രാഷ്ട്രീയത്തിൽ സ്ഥിരത കൈവരിക്കാൻ ഇന്ത്യയും ഫ്രാൻസും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. പാരീസിൽ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പരാമർശം. പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ചർച്ചകൾ അനിവാര്യമാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. SIR-ന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, co.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. 2027 സെൻസസിന്റെ ആദ്യഘട്ടത്തിലുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ വർഷം ഏപ്രിൽ 1-നും സെപ്റ്റംബർ 30-നും ഇടയിൽ സർവേ നടത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. 2 ഘട്ടങ്ങളിലായി നടത്തുന്ന സെൻസസ് നടപടിക്രമങ്ങളിൽ ഏകദേശം 30 ലക്ഷം ഉദ്യോഗസ്ഥർ ഭാഗമാകും. 30 ദിവസത്തെ കാലയളവിൽ വീട് തോറുമുള്ള സർവേ നടത്താനാണ് തീരുമാനം. ഭവന സെൻസസ് ഉൾപ്പെടുന്ന ആദ്യഘട്ടം 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലായിരിക്കും നടക്കുക. രാജ്യത്തെ ആദ്യ പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആയിരിക്കും ഇത്. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയായിരിക്കും വിവരശേഖരണം. വീട് തോറുമുള്ള സർവേ ആരംഭിക്കുന്നതിന് 15 ദിവസം മുൻപ് പൌരന്മാർ സ്വന്തം വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകാമെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. ഇതിനുള്ള സമയക്രമം സംസ്ഥാനത്തിനോ കേന്ദ്രഭരണ പ്രദേശത്തിനോ തീരുമാനിക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പ് അനുവദിച്ച് റെയിൽവേ. യാത്രക്കാരുടെ സൌകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് അയച്ച കത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചതാണ് ഇക്കാര്യം. 15 സ്റ്റോപ്പുകളാണ് അനുവദിച്ചത്. ഗുരുവായൂർ എക്സ്പ്രസ്, പാലരുവി എക്സ്പ്രസ് ഉൾപ്പെടെയുള്ളവ ഇതിൽ ഉൾപ്പെടുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ദ്വികക്ഷി റഷ്യ ഉപരോധ ബില്ലിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകി. യുക്രൈനെതിരായ റഷ്യൻ ആക്രമണത്തിന് ധനസഹായം ലഭ്യമാക്കാൻ സഹായകരമായ റഷ്യൻ എണ്ണ വിപണനം നിർത്തലാക്കാൻ ചൈന, ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് US സെനറ്റർ ലിൻഡെ ഗ്രഹാം പറഞ്ഞു. അടുത്ത ആഴ്ച തന്നെ നിയമനിർമ്മാണം സംബന്ധിച്ച വോട്ടെടുപ്പ് നടത്താനാണ് തീരുമാനം. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി വികസനം ഉറപ്പാക്കുന്നതിനായി പ്രധാനമന്ത്രി നേരിട്ട് നേതൃത്വം നൽകുന്ന പ്രഗതി സംരംഭത്തിന്റെ 50ാമത് യോഗം വിജയകരമായി സംഘടിപ്പിച്ചു. 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഗതിക്ക് തുടക്കം കുറിച്ചത്. മഹാരാഷ്ട്രയിലെ സോലാപൂർ താപവൈദ്യുതി പദ്ധതി സംബന്ധിച്ചാണ് പ്രഗതിയുടെ മുന്നേറ്റത്തെക്കുറിച്ചുള്ള പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 11,406 കോടി രൂപ ചെലവ് വരുന്ന 1320 മെഗാവാട്ട് പദ്ധതിയാണ് മഹാരാഷ്ട്രയിലെ സോലാപൂർ സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ. പ്രാദേശിക ഊർജ്ജ സുരക്ഷയ്ക്ക് ഒരു പ്രധാന ഉത്തേജനമായി മാറിയ ഈ പദ്ധതി പ്രഗതി അവലോകന സംവിധാനത്തിലൂടെയുള്ള സമയോചിതമായ ഇടപെടലിലൂടെയാണ് പൂർത്തീകരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നിയമനിർമ്മാണ വകുപ്പ് സുപ്രധാന സേവനദാതാവായി പ്രവർത്തിക്കുന്നു. വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും നിയമനിർമ്മാണ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിൽ വകുപ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കഴിഞ്ഞ വർഷം പാർലമെന്റിന്റെ സഭകളിൽ അവതരിപ്പിക്കുന്നതിനായി വിവിധ മന്ത്രാലയങ്ങളുമായി ചേർന്ന് നിരവധി നിയമനിർമ്മാണ നിർദ്ദേശങ്ങൾ നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2025 35 നിയമനിർമ്മാണ ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇടതുമുന്നണി പ്രവർത്തകൻ റെജി ലൂക്കോസ് BJPയിൽ ചേർന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP മികച്ച മുന്നേറ്റം നടത്തിയതായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ മലപ്പുറം നിലമ്പൂരിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിച്ചാമി ഉദ്ഘാടനം ചെയ്തു. ഓരോ വാർത്തയുടെയും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു വേണം അത് ജനങ്ങളിലേക്ക് എത്തിക്കാനെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. മാധ്യമ പ്രവർത്തകർക്കായി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും നടക്കും. ജമ്മുകശ്മീരിലെ കത്വ ജില്ലയിൽ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നതായ രഹസ്യ വിവരത്തെ തുടർന്ന് തിരച്ചിൽ ഊർജിതമാക്കി സുരക്ഷാസേന. ഇന്നലെ വൈകിട്ട് ആരംഭിച്ച തിരച്ചിലിനിടെയുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി കഴിഞ്ഞ ഒരു മാസമായി സാംബ, കത്വ ജില്ലകളിലും പഞ്ചാബിനോട് ചേർന്ന അന്താരാഷ്ട്ര അതിർത്തിയിലും പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിന്റെ സുസ്ഥിര നിക്ഷേപ പ്രോത്സാഹനം രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചയെ മെച്ചപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സോംനാഥ് ക്ഷേത്രത്തിൽ ആക്രമണം നടന്ന 1000 വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ ആരംഭിച്ച സോംനാഥ് സ്വാഭിമാൻ പർവ് പരിപാടിക്ക് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ഭാവി സുരക്ഷിതവും സമൃദ്ധവുമാക്കാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കാനുള്ള വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കം.
പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. വിടവാങ്ങിയത് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച വ്യക്തിത്വം. കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പ് അനുവദിച്ച് ഇന്ത്യൻ റെയിൽവേ. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഉപരോധ ബില്ലിന് അംഗീകാരം നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 3 മണിക്ക്.